സിറിയയുമായുള്ള യുദ്ധം പൂർണ്ണമായും അനിവാര്യമാണെന്നും അത് ഗാസയിലേതിനേക്കാൾ വലുതായിരിക്കുമെന്നും ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇസ്രയേൽ മന്ത്രി അമിജായ് ചിക്ലി. പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ ഇതിനോടകം തന്നെ സൈനിക നീക്കം തുടരുന്നതിനിടയിലാണ് മന്ത്രിയുടെ ഈ പ്രസ്താവന പുറത്തുവരുന്നത്. സിറിയ സ്റ്റെറോയിഡ് നൽകിയ ഗാസയെ പോലെയാണ്. അടുത്ത യുദ്ധം അവിടെയായിരിക്കുമെന്ന് പൂർണ്ണ നിശ്ചയമുണ്ട് എന്നാണ് ചിക്ലി പറഞ്ഞത്. ഇത് ഒഴിവാക്കാനാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇറാനേക്കാൾ വലിയ വെല്ലുവിളി ഉയർത്തുന്നത് സിറിയയും തുർക്കിയുമാണെന്നും അതിനാൽ വൈകാതെയോ അല്ലാതെയോ സിറിയയുമായി യുദ്ധം ചെയ്യേണ്ടി വരുമെന്നും ഇക്കഴിഞ്ഞ ജൂണിലും മന്ത്രി പറഞ്ഞിരുന്നു. 2024 ഡിസംബറിൽ ബാഷർ അൽ അസദ് സർക്കാരിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ 1974 സൈനിക പിന്മാറ്റ കരാർ അസാധുവായതായി ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെ ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷണത്തിലുള്ള ബഫർ സോണിലേക്ക് കടന്നുകയറിയ ഇസ്രയേൽ സൈന്യം തെക്കൻ സിറിയയിൽ സൈനിക പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുമുണ്ട്. സിറിയയിലെ പുതിയ നേതൃത്വം ഇസ്രയേലുമായി യുദ്ധത്തിന് താൽപര്യമില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഇസ്രയേൽ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഇസ്രയേൽ സൈന്യം അസദിന്റെ പതനത്തിനു മുൻപുള്ള സ്ഥാനങ്ങളിലേക്ക് മടങ്ങണമെന്ന് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽഷാറ ആവശ്യപ്പെട്ടപ്പോൾ തെക്കൻ സിറിയയിൽ സൈനികരഹിത മേഖല വേണമെന്നാണ് ഇസ്രയേലിന്റെ പ്രധാന ആവശ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ കുനൈത്ര പ്രവിശ്യയിൽ പ്രവേശിച്ച ഇസ്രയേൽ സൈന്യം അവിടെ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും സാധാരണക്കാരെയും വാഹനങ്ങളെയും പരിശോധിക്കുകയും ചെയ്തു. ദാരായിൽ ഇസ്രയേൽ സൈന്യം ജനവാസ മേഖലകൾക്ക് നേരെ വെടിയുതിർത്തതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇതിനു പുറമെ ലെബനൻ, സിറിയ, ഗാസ എന്നിവിടങ്ങളിലെ സുരക്ഷാ മേഖലകളിൽ ഇസ്രയേൽ സൈന്യം തുടരുമെന്നും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇസ്രയേലിന്റെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾക്കിടെ മേഖലയിൽ പുതിയ സുരക്ഷാ സഖ്യങ്ങൾ രൂപപ്പെടുന്നുണ്ട് എന്നത് മറ്റൊരു വാർത്ത. കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ചരിത്രപരമായ മെക്ക സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. നാറ്റോയുടെ ആർട്ടിക്കിൾ 5 സമാനമായി ഈ 3 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു നേരെ ആക്രമണം ഉണ്ടായാൽ അത് 3 രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്നും കരാർ ഒപ്പുവെച്ചുകൊണ്ട് തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ പറഞ്ഞിരുന്നു. അതിനിടെ ഇസ്രയേൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രധാനമന്ത്രി നെതന്യാഹുവിന് പരസ്യമായ പിന്തുണ നൽകുന്നതിൽ നിന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിട്ടുനിൽക്കുന്നത് സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ ഉയരുകയുമാണ്. നേരത്തെ നെതന്യാഹുവിന് വേണ്ടി വാദിച്ചിരുന്ന ട്രംപ് ഇപ്പോൾ അത്തരത്തിൽ പരസ്യമായ പിന്തുണ നൽകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഇസ്രയേലിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളും നയതന്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് ഇതിന് കാരണമെന്നാണ് അമേരിക്കൻ മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ആഴ്ചകളിൽ ട്രംപിനോട് 4 തവണ ചോദിച്ചിരുന്നു. ഓരോ തവണയും അദ്ദേഹം അത് വ്യക്തമാക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. 2 ആഴ്ച മുമ്പ് ഓവൽ ഓഫീസിൽ വെച്ച് ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ട്രംപ് ഒക്ടോബർ 27 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ സാധ്യതകളെക്കുറിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രിയോട് ചോദിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ മറുപടി പറയാൻ നെതന്യാഹു മടിച്ചു നിന്നു എന്നാണ് കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ആക്സിയോസ് ആണ് ഇതും റിപ്പോർട്ട് ചെയ്തത്. നെതന്യാഹു മടിച്ചു നിന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കളിൽ ഒരാൾ ട്രംപിന് നൽകിയ മറുപടി മിസ്റ്റർ പ്രസിഡന്റ്, അദ്ദേഹം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അതേസമയം നെതന്യാഹുവിന്റെ പാർട്ടി പരാജയപ്പെടുമെന്നാണ് ഇസ്രയേലിലെ അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.